ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട PSC അല്ല എല്ലാവിധ എക്സാംസിനും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ അപ്പോയിൻമെന്റ്സ് ആണ്. കറന്റ്ലി നമ്മുടെ പ്രഥമ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് ആരൊക്കെയാണ്, അവരുമായിട്ട് ബന്ധപ്പെട്ട ചില കണക്റ്റിംഗ് ഫാക്റ്റുകൾ മുതലായ കാര്യങ്ങളായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എക്സാംസ് എഴുതുന്ന എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക. കാരണം 100% ഗ്യാരണ്ടിയോടെ പറയാൻ കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന്. അതുകൊണ്ട് എല്ലാ ഫ്രണ്ട്സിനും തന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കൂടെ ചെയ്യുക. ശരി, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എന്താണ് അപ്പോയിൻമെന്റ്സ് അഥവാ നിയമനങ്ങൾ എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എക്സാംസിന് ഒന്നല്ലെങ്കിൽ മറ്റൊരു എക്സാമിന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അത് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുന്നത് നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കുറച്ച് ആൾക്കാരുടെ പേരാണ്, അല്ലെങ്കിൽ കുറച്ച് അറിയാവുന്ന പൊസിഷൻസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു. 15ാമത്തെ പ്രസിഡന്റ് ആണ് ദ്രൗപദി മുർമു എന്നറിഞ്ഞിരിക്കാം. ഓക്കെ, ഇനി ഉപരാഷ്ട്രപതി ആരാണ്? വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻഖർ. 14ാമത് പ്രസിഡന്റ് ആണ് ജഗദീപ് ധൻഖർ അല്ലെ? അതും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി പ്രധാനമന്ത്രി ഒബ്വിയസ്ലി ആര് തന്നെയാണ്? നരേന്ദ്രമോദി തന്നെയാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ? അപ്പോൾ എത്രാമത്തെയാണ് എന്ന് ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. രാഷ്ട്രപതി 15ാമത് രാഷ്ട്രപതിയാണ്, ഉപരാഷ്ട്രപതി 14ാമത്, പ്രധാനമന്ത്രി 15ാമത് പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇനി അടുത്ത ആൾക്കാരിലേക്ക് പോകാം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് നോക്കാം. BR ഗവായി. 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആര്? BR ഗവായി. ഓക്കെ അല്ലേ? ആരാണ്? BR ഗവായി. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കാം, 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഇനി 51ാമതിലേക്ക് വരാണെങ്കിലോ 51th ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? സഞ്ജീവ് ഖന്ന. ഇനി 50th ആണെങ്കിലോ DY ചന്ദ്രചൂഡ്. ആരാണ്? DY ചന്ദ്രചൂഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ PSC ചോദിക്കുന്നത് ആരാണ് എന്ന് ചോദിക്കുന്നതിലുപരി എത്രാമത്തെയാണ് എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ BR ഗവായി 52, 51ാമത് സഞ്ജീവ് ഖന്ന, 50ാമത് DY ചന്ദ്രചൂഡ്. ഓക്കെ അല്ലേ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി കുറച്ച് കണക്റ്റിംഗ് ഫാക്ട് നോക്കാം. ആരാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റ് ആണ്. ആരാണ്? പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 124 ക്ലോസ് നമ്പർ 2 അത് പ്രകാരമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 124 ക്ലോസ് നമ്പർ 2 പ്രകാരം ആണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് മനസ്സിലാക്കുക. ഇനി റിമൂവൽ എങ്ങനെയൊക്കെയാണ്? 65 വയസ്സാണ് വിരമിക്കൽ പ്രായം. അതേപോലെ തന്നെ അല്ലാതെ റിമൂവ് ചെയ്യാണ്, ഇംപീച്ച്മെന്റ് വഴി റിമൂവ് ചെയ്യുകയാണെങ്കിൽ ആർട്ടിക്കിൾ 124 ക്ലോസ് നമ്പർ 4 വഴിയായിരിക്കും റിമൂവ് ചെയ്യുക. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, ആരായിരുന്നു ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഹരിലാൽ ജെ കനിയ. ആരാണ്? ഹരിലാൽ ജെ കനിയ ആണ് ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അപ്പോൾ ഒന്നും കൂടെ നോക്കാം. കറന്റ്ലി 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BR ഗവായി ആണ്. 51ാമതാണ് സഞ്ജീവ് ഖന്ന. 50ാമത് ആരാണ്? DY ചന്ദ്രചൂഡ് ആയിരുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഈ കണക്റ്റിംഗ് ഫാക്റ്റും കൂടെ പഠിച്ചു വെക്കാം. ശരി, ഓക്കെ. അപ്പൊ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ സെക്രട്ടേറിയറ്റ് മെയിൻസ് ബാച്ചുകൾ 9 ജൂണിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിഗ്രി പ്രിലിംസ് എഴുതി മെയിൻസിന് പ്രതീക്ഷിക്കുന്നവര് എല്ലാവരും തന്നെ സെക്രട്ടേറിയറ്റ് മെയിൻസ് ബാച്ചിന് എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ ഈസി ആയിട്ട് മെയിൻസ് ക്രാക്ക് ചെയ്യാം എന്നൊരു ഐഡിയ KS മെന്റർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ആരും മിസ് ചെയ്യാതെ തന്നെ എത്രയും പെട്ടെന്ന് ബാച്ചിന് ജോയിൻ ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ രാജ്യസഭയിലേക്ക് പോവാണ്. എങ്ങോട്ടാണ്? രാജ്യസഭയിലേക്ക് പോവാണ്. അപ്പോൾ രാജ്യസഭ അധ്യക്ഷൻ ആര്? രാജ്യസഭ അധ്യക്ഷൻ ആരാണ്? നമ്മുടെ വൈസ് പ്രസിഡന്റ് തന്നെയാണ്. വൈസ് പ്രസിഡന്റ് ആരാണ്? ജഗദീപ് ധൻഖർ. ആരാണ്? ജഗദീപ് ധൻഖർ. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? രാജ്യസഭയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ തന്നെ ആയിരിക്കും. അതാണ് എഴുതിയിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ഈക്വൽ ടു എന്താണ്? ചെയർപേഴ്സൺ ഓഫ് രാജ്യസഭ. അപ്പോൾ രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ജഗദീപ് ധൻഖർ ആണ്. ആരാണ്? ജഗദീപ് ധൻഖർ ആണ്. ഇനി അധ്യക്ഷൻ കഴിഞ്ഞു, ഇനി ഉപാധ്യക്ഷനിലേക്ക് വരാണ്. ആരാണ് ഉപാധ്യക്ഷൻ?
ഹരിവംശ് നാരായണൻ. ഹരിവംശ് നാരായണനാണ് ഉപാധ്യക്ഷൻ. രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരിവംശ നാരായണൻ. ആരാണ്? ഹരിവംശ നാരായണൻ. ഇനി കക്ഷി നേതാവ് ആരാണ്? അധ്യക്ഷൻ കഴിഞ്ഞു, ഉപാധ്യക്ഷൻ കഴിഞ്ഞു. ഇനി കക്ഷി നേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജഗത് പ്രകാശ് നന്ദ. ആരാണ്? ജഗത് പ്രകാശ് നന്ദ. ജഗത് പ്രകാശ് നന്ദയാണ് രാജ്യസഭയുടെ കക്ഷി നേതാവ്. ഇനി സെക്രട്ടറി ജനറൽ ആര്? രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ആര്? പി സി മോഡി. പി സി മോഡി. രാജ്യസഭ സെക്രട്ടറി ജനറൽ പി സി മോഡി. റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് നോക്കുക കേട്ടോ. ആരാണ്? രാജ്യസഭ സെക്രട്ടറി ജനറൽ പി സി മോഡി. ഇനി പ്രതിപക്ഷ നേതാവ്, രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മല്ലികാർജുൻ ഖാർഗെ. മല്ലികാർജുൻ ഖാർഗെ. രാജ്യസഭയുടെ ഉപനേതാവ് ആര്? നിർമ്മല സീതാരാമനാണ് രാജ്യസഭയുടെ ഉപനേതാവ്. അപ്പൊ നമുക്ക് ഒന്നും കൂടെ റിവൈസ് ചെയ്യാം. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ തന്നെയാണ്. രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ ആരാണ്? ഹരിവംശ് നാരായണൻ. രാജ്യസഭാ കക്ഷി നേതാവ് ആരാണ്? ജഗത് പ്രകാശ് നന്ദ. രാജ്യസഭാ സെക്രട്ടറി ജനറൽ പി സി മോഡി. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ. രാജ്യസഭാ ഉപനേതാവ് നിർമ്മല സീതാരാമൻ. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്തതിലേക്ക് പോയാലോ? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് സ്ലൈഡ് കണ്ടാൽ മതി കേട്ടോ. റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ കിട്ടിക്കോളും. പിന്നെ എന്തെങ്കിലും കോഡൊക്കെ ഉണ്ടെങ്കിൽ കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻസ് കാണുമ്പോഴത്തേക്കും കാണാതെ പഠിച്ചില്ലെങ്കിൽ കൂടി നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ രാജ്യസഭ കഴിഞ്ഞു. ഇനി പഠിക്കാൻ പോകുന്നത് ലോകസഭയാണ്. അപ്പൊ ലോകസഭ സ്പീക്കർ ആര് എന്നുള്ളത് തന്നെയായിരിക്കും ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ആരാണ്? ഓം ബിർളയാണ് ലോകസഭ സ്പീക്കർ. 17ാമത് സ്പീക്കറാണ് അദ്ദേഹം എന്നുകൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ ആദ്യ ലോകസഭാ സ്പീക്കർ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജി വി മാവലങ്കർ ആയിരുന്നു. ജി വി മാവലങ്കർ. ഓക്കെ. അപ്പോൾ കറന്റ്ലി ലോകസഭാ സ്പീക്കർ ആരാണ്? ഓം ബിർള. 17ാമത് ലോകസഭാ സ്പീക്കർ ആണ് അദ്ദേഹം എന്നുകൂടി അറിഞ്ഞിരിക്കുക. ഇനി സെക്കൻഡ് ലോകസഭാ സെക്രട്ടറി ജനറൽ ആര്? ആരാണ് സെക്രട്ടറി ജനറൽ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉൽപൽ കുമാർ സിംഗ്. ആരാണ്? ഉൽപൽ കുമാർ സിംഗ് ആണ്. ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് ആരാണ്? രാഹുൽ ഗാന്ധിയാണ്. ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ? ലോകസഭ പ്രതിപക്ഷ നേതാവ് ആരാണ്? രാഹുൽ ഗാന്ധിയാണ്. ഇനി നമുക്ക് കണക്റ്റിംഗ് ഫാക്ട് നോക്കാം. ദീർഘകാലം സെർവ് ചെയ്ത ലോകസഭാ സ്പീക്കർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൽറാം ജാഖർ ആണ്. ആരാണ്? ബൽറാം ജാഖർ. എത്ര വർഷം? 9 വർഷവും 329 ദിവസവും അദ്ദേഹം ലോകസഭാ സ്പീക്കറായിട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചോദ്യം എന്താണ്? ലോങ്സ്റ്റ് സെർവിംഗ് ലോക്സഭാ സ്പീക്കർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൽറാം ജാഖർ ആണ്. എത്ര വർഷം? 9 വർഷവും 329 ദിവസവുമാണ് അദ്ദേഹം ലോകസഭാ സ്പീക്കറായിട്ട് സെർവ് ചെയ്തത്. ഓക്കെ. ഇനി ലോകസഭാ സ്പീക്കറുടെ റിമൂവല് നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 94 പ്രകാരമാണ് റിമൂവൽ നടക്കുക. പിന്നെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതാണെങ്കിൽ 7 and 8 ഓഫ് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 7 and 8 സെക്ഷൻ പ്രകാരമായിരിക്കും എന്താണ് ലോകസഭാ സ്പീക്കറുടെ റിമൂവൽ, അതായത് ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന ആ ഒരു പാർട്ട് വരിക എന്ന് പറയാം. അപ്പോൾ റിമൂവൽ ആണെങ്കിൽ ആർട്ടിക്കിൾ 94 ആണ്. പിന്നെന്താ? ലോങ്സ്റ്റ് സെർവിംഗ് ലോകസഭാ സ്പീക്കർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൽറാം ജാഖർ. 9 years 329 days ആണെന്ന് കൂടി ഓർത്തിരിക്കുക. കറന്റ്ലി ആരാണ്? ഓം ബിർള. 17th ലോകസഭാ സ്പീക്കർ ആണ് അദ്ദേഹം. ഫസ്റ്റ് ലോകസഭാ സ്പീക്കർ ആരായിരുന്നു? ജി വി മാവലങ്കർ ആയിരുന്നു. ഓക്കെ അല്ലേ? കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോകാം. ഇനി കേന്ദ്ര വിദേശകാര്യമന്ത്രി ആര്? കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആണ്. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിശ്രി. ആരാണ്? വിക്രം മിശ്രി. അപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ, വിദേശകാര്യ സെക്രട്ടറി ആണെങ്കിൽ വിക്രം മിശ്രിയാണ്. കിട്ടിയല്ലോ. നെക്സ്റ്റ് ആഭ്യന്തര സെക്രട്ടറി ആര്? ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ. ആരാണ്? ഗോവിന്ദ് മോഹൻ ആണ് ആഭ്യന്തര സെക്രട്ടറി. പ്രതിരോധ സെക്രട്ടറി ഇമ്പോർട്ടന്റ് ആണ് രാജേഷ് കുമാർ സിംഗ്. ആരാണ്? രാജേഷ് കുമാർ സിംഗ് ആണ് പ്രതിരോധ സെക്രട്ടറി. രാജേഷ് കുമാർ സിംഗ്. ഇനി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആര്? ഇതും ഇമ്പോർട്ടന്റ് ആണ്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അജിത് ഡോവൽ ആണ്. ആരാണ്? അജിത് ഡോവൽ. അജിത് ഡോവൽ. MD ശർമ്മയുടെ അജിത് ഡോവലിനെ കുറിച്ചുള്ള ഒരു ബുക്കാണ് സൂപ്പർ NSA അജിത് ഡോവൽ എന്നുള്ളത്. ഓക്കെ.
മഹേഷ് ദത്ത് ശർമ്മ, MD ശർമ്മയുടെ ഒരു ബുക്കാണ്. അപ്പോൾ ആരാണ് അജിത് ഡോവൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് അജിത് ഡോവൽ. അപ്പൊ ഒന്നും കൂടെ വായിക്കാം. കേന്ദ്ര വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ, പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? അടുത്തതിലേക്ക് പോവാം. ഇനി നമ്മൾ കമ്പയർ ചെയ്താണ് പഠിക്കുന്നത്. കേന്ദ്രവും കേരളവും തമ്മിൽ കമ്പയർ ചെയ്തായിരിക്കും പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി കേന്ദ്രത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ, ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഹീരാലാൽ സമരിയാണ്. ഹീരാലാൽ സമരിയ പ്രസിഡന്റ് ആണ് ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് എന്നുകൂടി അറിഞ്ഞിരിക്കുക. അപ്പോ ആരാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ? ഹീരാലാൽ സമരിയ. ആരാണ്? ഹീരാലാൽ സമരിയ. അപ്പോ എന്നാണ് ഈ ഇൻഫോർമേഷൻ വിവരാവകാശ കമ്മീഷൻ, ഓക്കെ, വിവരാവകാശ കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ 12 ഒക്ടോബർ 2025 നിലവിൽ വരുന്നത്. എപ്പോഴാണ്? 12 ഒക്ടോബർ 2005. ഓക്കെ, 2005 12 ഒക്ടോബർ 2005 നിലവിൽ വരുന്നത്. വിവരാവകാശ കമ്മീഷണറിനെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. കറന്റ്ലി ആരാണ്? ഹീരാലാൽ സമരിയാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഇനി കേരളത്തിലേക്ക് വരാണെങ്കിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര്? വി ഹരി നായർ. ആരാണ്? വി ഹരി നായർ ആണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ കേരളത്തില്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് രണ്ടും. ഓക്കെ, അപ്പൊ എന്ന് നിലവിൽ വന്നു? 12 ഒക്ടോബർ 2005. ഇപ്പോ ആരാണ്? ഹീരാലാൽ സമരിയ. കേരളത്തില് വി ഹരി നായർ ആണ് എന്നുകൂടി ഓർത്തിരിക്കണം. ഓക്കെ, ഇനി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. അതിനു മുന്നേ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എപ്പോഴാണ് നിലവിൽ വന്നത്, എപ്പോഴാണ് ഫോം ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. 25 ജാനുവരി 1950 ഇത് ഫോം ചെയ്യുന്നത്. എപ്പോഴാണ്? 25 ജാനുവരി 1950. ആദ്യ ചീഫ് ഇലക്ടറൽ കമ്മീഷണർ എന്ന് പറയുന്നത് സുകുമാർ സെൻ ആയിരുന്നു. ഓക്കെ, ശരി. അപ്പൊ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ കറന്റ്ലി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്യാനേഷ് കുമാർ ആണ്. 26ാമത് ചീഫ് ആണ് ഗ്യാനേഷ് കുമാർ എന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ 26ാമതാണ്. പിന്നെ ഇനി കമ്മീഷണർമാർ 2 പേരുണ്ട്. ആരൊക്കെയാണ്? ഡോക്ടർ സുഖ്ബീർ സിംഗ് സന്ധുവും ഡോക്ടർ വിവേക് ജോഷിയും കമ്മീഷണർമാരുമാണ്. ഓക്കെ, അപ്പോ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ആണ്. കമ്മീഷണർ 2 ഉണ്ട്, 2 പേരുണ്ട്. സുഖ്ബീർ സിംഗ് സന്ധുവും ഡോക്ടർ വിവേക് ജോഷിയും. ഓക്കെ അല്ലേ? ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ആരാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ? എ ഷാജഹാൻ. ആരാണ്? എ ഷാജഹാൻ. ഓക്കെ, ഇനി ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? രത്തൻ യു കേൽക്കർ. രത്തൻ യു കേൽക്കർ ഇലക്ടറൽ ഓഫീസറും കമ്മീഷണറും ആണെന്ന് നോക്കാം കേട്ടോ. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ, ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? രത്തൻ യു കേൽക്കർ. ആരാണ്? രത്തൻ യു കേൽക്കർ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഗ്യാനേഷ് കുമാറിൻ്റെതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഓർത്തു വെക്കുക. കേന്ദ്രത്തിലെ കമ്മീഷണർമാരെ 2 പേരാണ്, സുഖ്ബീർ സിംഗ് സന്ധുവും ഡോക്ടർ വിവേക് ജോഷി എന്ന് ഓർത്തിരിക്കുക. ഇലക്ടറൽ ഓഫീസർ രത്തൻ യു കേൽക്കർ ആണ് എന്നുകൂടി പഠിക്കണം. ശരി, ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് വരികയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ആണ്. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ഇനി കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലക്സാണ്ടർ തോമസ്. ആരാണ്? അലക്സാണ്ടർ തോമസ് ആണ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനും കേരളത്തിലാണെങ്കിൽ അലക്സാണ്ടർ തോമസുമാണ്. ആരാണ്? അലക്സാണ്ടർ തോമസ്. അപ്പൊ പഠിക്കുക, ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനും അലക്സാണ്ടർ തോമസും 2 പേര് പഠിക്കുക. ഓക്കെ, ഇനി നമ്മൾ വനിതാ കമ്മീഷനിലേക്ക് വരികയാണ്. ദേശീയ വനിതാ കമ്മീഷനിലേക്ക് വരികയാണ്. ഇത് എന്ന് ഫോം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1992 ഇത് ഫോം ചെയ്യുന്നത്. 1992 ഫോം ചെയ്യുന്നത്.
ഓക്കെ. അപ്പോ കറന്റ്ലി ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? വിജയ കിഷോർ രഹത്കർ ആണ്. 9ാമത് അധ്യക്ഷയാണ്. ആരാണ്? വിജയ കിഷോർ രഹത്കർ. പൊസിഷൻ എന്താണ്? ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ്. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ 9ാമത്തെയാണ് എന്നുകൂടി അറിഞ്ഞിരിക്കുക. ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ പി സതി ദേവിയാണ് 7ാമത് വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ്. കേരളത്തിലെ പി സതീദേവിയും കേന്ദ്രത്തിലെ വിജയ കിഷോർ രഹത്കറുമാണെന്ന് അറിഞ്ഞിരിക്കുക. AK ആന്റണി CM ആയിരിക്കുമ്പോഴാണ് കേരളത്തിലെ വനിതാ കമ്മീഷൻ ഫോം ചെയ്യുന്നത്. വർഷം 1995. ഏതാണ്? 1995 വനിതാ കമ്മീഷൻ കേരളത്തിലെ ഫോം ചെയ്തു. കറന്റ്ലി ആരാണ് അധ്യക്ഷ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി സതീദേവി 7ാമത് അധ്യക്ഷയാണ് എന്നുകൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? വിജയ കിഷോർ രഹത്കർ. ഇത് ഫോം ചെയ്യുന്നത് 1992ലാണ്. കേരളത്തിലാണെങ്കിൽ 1995ലാണ് ഫോം ചെയ്യുന്നത്. വിജയ കിഷോർ രഹത്കർ 9ാമത് വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് എന്നുകൂടി ഓർത്തിരിക്കണം. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ അല്ലേ? നമുക്കിനി അടുത്തതിലേക്ക് പോകാം. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള പൊസിഷൻസ് ആണ് നമ്മൾ ഇന്ന് എടുത്ത് പഠിക്കുന്നത്. ഒരുപാടുണ്ടെന്ന് നമുക്കറിയാം അല്ലേ? അപ്പൊ നോക്കാണ്, പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആര്? പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? കിഷോർ മക്വാന. ആരാണ്? കിഷോർ മക്വാന 7ാമതാണ് പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ. പട്ടികജാതി കിഷോർ മക്വാന. പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ. അതും 7th തന്നെയാണ്. ഏതാണ്? പട്ടികജാതിയുടെ ആണ് ചോദിക്കുന്നതെങ്കിൽ കിഷോർ മക്വാനയും, പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആണെങ്കിൽ അന്തർ സിംഗ് ആര്യയുമാണ്. ആരാണ്? അന്തർ സിംഗ് ആര്യം. ഇനി അതേപോലെ തന്നെ ഭിന്നശേഷി വകുപ്പ് ചീഫ് കമ്മീഷണർ ആരാണ്? ദേശീയ ഭിന്നശേഷി വകുപ്പ് ചീഫ് കമ്മീഷണർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജേഷ് അഗർവാൾ ആണ്. ആരാണ്? രാജേഷ് അഗർവാൾ. രാജേഷ് അഗർവാൾ. അപ്പോൾ പട്ടികജാതി ആണെങ്കിൽ കിഷോർ മക്വാന, പട്ടികവർഗമാണ് ചോദിച്ചെങ്കിൽ ചെയർമാൻ ആണ് അന്തർ സിംഗ് ആര്യ, ദേശീയ ഭിന്നശേഷി വകുപ്പ് ചീഫ് കമ്മീഷണർ ചോദിക്കുകയാണെങ്കിൽ രാജേഷ് അഗർവാളുമാണ്. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ ഒന്നും കൂടെ വായിക്കാം. പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന, പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ, ദേശീയ ഭിന്നശേഷി വകുപ്പ് ചീഫ് കമ്മീഷണർ രാജേഷ് അഗർവാളുമാണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ മൈനോറിറ്റി കമ്മീഷനിലേക്ക് പോവാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആര്? അപ്പോൾ ഈ ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകരിച്ചത് 17 മെയ് 1993 ആണ്. 17 മെയ് 1993 ആണ് മൈനോറിറ്റി കമ്മീഷൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ മൈനോറിറ്റി കമ്മീഷനിൽ വരുന്ന ആൾക്കാര് മുസ്ലിംസ്, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധിസ്റ്റ്, സൊറാസ്ട്രിയൻസ്, ഈ 5 പേരാണ്. 5 ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് വരിക. എന്തില്? മൈനോറിറ്റി കമ്മീഷനിൽ ഇൻവോൾവ് ചെയ്യുക. അപ്പൊ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ S. ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. S. ഇക്ബാൽ സിംഗ് ലാൽപുര. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ S. ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. S. ഇക്ബാൽ സിംഗ് ലാൽപുര. ഇനി കേരളത്തിലെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? A. റഷീദ് ആണ്. ആരാണ്? A. റഷീദ് ആണ് കേരളത്തിലെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ. ഓക്കെ അല്ലേ? അപ്പോ ദേശീയ ആണെങ്കിൽ S. ഇക്ബാൽ സിംഗ് ലാൽപുരയും കേരളത്തിലാണെങ്കിൽ A. റഷീദുമാണ്. S. ഇക്ബാൽ സിംഗ് ലാൽപുര ആൻഡ് A. റഷീദ്. അപ്പോൾ ഇനി പഠിക്കുന്നത് ദേശീയ പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ ആരാണ്? ദേശീയ പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ രൂപീകരിച്ച വർഷം 1953 ആണ്. അപ്പോൾ കറന്റ്ലി ആരാണ് ചെയർമാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാൻസ് രാജ് ഗംഗാറാം ആഹിർ ആണ്. ആരാണ്? ഹാൻസ് രാജ് ഗംഗാറാം ആഹിർ ആണ് കറന്റ്ലി ദേശീയ പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 1953 കാക്കാ ഖലേക്കറിന്റെ അധ്യക്ഷതയിൽ ആർട്ടിക്കിൾ നമ്പർ 340 പ്രകാരമാണ് ദേശീയ പിന്നോക്ക കമ്മീഷൻ രൂപീകരിക്കുന്നത് എന്നുകൂടി അറിഞ്ഞിരിക്കുക. ഒരിക്കൽ കൂടി പറയാം, 1953 ആർട്ടിക്കിൾ നമ്പർ 340 പ്രകാരം കാക്കാ ഖലേക്കറിന്റെ അധ്യക്ഷതയിലാണ് ദേശീയ പിന്നോക്ക കമ്മീഷൻ രൂപീകരിക്കുന്നത് എന്നുകൂടി ഒരു ചെറിയ പോയിന്റ് ഓർത്തിരിക്കുക. ഇനി കേരളത്തിലെ പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് വി ശശിധരനാണ്. ആരാണ്? ജസ്റ്റിസ് വി ശശിധരൻ. കേരളത്തിലെ പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് ജി ശശിധരനാണ്. ആരാണ്? ജസ്റ്റിസ് ജി ശശിധരൻ. ഒന്നും കൂടെ നമുക്ക് 4 പോയിന്റ് കൂടെ ഒന്നും കൂടെ വായിക്കാം.
ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എസ് ഇക്ബാൽ സിംഗ് ലാൽപുര, ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ കേരളത്തിലെ എ റഷീദ്, ദേശീയ പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ ഹാൻസ് രാജ് ഗംഗാറാം ആഹിർ, പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ കേരളത്തിലെ ആരാണ്? ജസ്റ്റിസ് ജി ശശിധരനുമാണ്. കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോകാം. ഇനി ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ഇമ്പോർട്ടന്റ് ആണ്. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ, ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ തൃപ്തി ഗുർഹ. ആരാണ്? തൃപ്തി ഗുർഹയാണ്. ഇനി കേരളത്തിൽ നോക്കുകയാണെങ്കിൽ KV മനോജ് കുമാറുമാണ്. KV മനോജ് കുമാർ. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ തൃപ്തി ഗുർഹയും കേരളത്തില് KV മനോജ് കുമാറാണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ 16ാമത് ധനകാര്യ കമ്മീഷനാണ് കറന്റ്ലി. അപ്പോൾ ആരാണ് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരവിന്ദ് പനഗരിയ. 16ാമതാണ് അരവിന്ദ് പനഗരിയ. 15ാമത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? NK സിംഗ് ആണ്. NK സിംഗ്. അപ്പോ ഈ ചെയർമാൻ കൂടാതെ ധനകാര്യ കമ്മീഷനിൽ 4 അംഗങ്ങൾ കൂടിയുണ്ട്. അവരാണ് ആരൊക്കെയാന്ന് നോക്കാം. അജയ് നാരായണൻ, ആനി ജോർജ് മലയാളിയാണ്, മനോജ് പാണ്ഡെ, കാന്തി ഘോഷ് പാർട്ട് ടൈം ആയിട്ടാണ് എന്നുകൂടി അറിഞ്ഞിരിക്കുക. 4 പേരാണ്. അജയ് നാരായണൻ, ആനി ജോർജ്, മനോജ് പാണ്ഡെ, കാന്തി ഘോഷ്, 4 പേര്. പിന്നെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആര്? സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KN ഹരിലാൽ. ആരാണ്? KN ഹരിലാൽ. അപ്പോ കേന്ദ്രത്തിലെ അരവിന്ദ് പനഗരിയെയും സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഹരിലാലാണ്. ഹരിലാൽ, KN ഹരിലാൽ. ഓക്കെ, ശരി. ഇനി നമ്മൾ RBIയിലേക്ക് പോവാണ്. എന്താണ് RBI? RBI ആക്ട് പ്രകാരം, അതായത് 1934 RBI ആക്ട് പ്രകാരം ഏപ്രിൽ 1, 1935 RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകൃതമാകുന്നത് എന്നുകൂടി അറിഞ്ഞിരിക്കുക. ഫോം ചെയ്തത് എന്നാണെന്ന് അറിഞ്ഞിരിക്കുക. ആദ്യം ഇനീഷ്യലി കൊൽക്കട്ടയിലായിരുന്നു ഇതിന്റെ സെൻട്രൽ ഓർഗനൈസേഷൻ എങ്കിൽ പിന്നീട് അത് എങ്ങോട്ട് മാറ്റാണ്? മുംബൈയിലേക്ക് മാറ്റാണ്. ആ ഒരു പോയിന്റ് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ നോളജിലേക്കൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ കറന്റ്ലി ആരാണ് RBI ഗവർണർ? എല്ലാവർക്കും അറിയാവുന്നതാണ്. 26ാമത് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ് 26ാമത് RBI ഗവർണർ. 25ാമത് ആരാണ്? ശക്തികാന്ത ദാസ് ആയിരുന്നു. 25ാമത് RBI ഗവർണർ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശക്തികാന്ത ദാസ്. അറിയാവുന്നതാണ്, എന്നാലും ഒന്നും കൂടെ പറഞ്ഞതേ ഉള്ളൂ. ഇനി ധനകാര്യ സെക്രട്ടറി ആരാണ്? ധനകാര്യ സെക്രട്ടറി തുഹിൻ കാന്ത് പാണ്ഡെ. ആരാണ്? തുഹിൻ കാന്ത് പാണ്ഡെ ആണ് ധനകാര്യ സെക്രട്ടറി. ഇനി മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ആര്? ആരാണ്? മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ഡോക്ടർ വെങ്കിട്ടരാമൻ അനന്ത നാഗേശ്വരനാണ് കറന്റ്ലി മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായിട്ട് സേവനമനുഷ്ഠിക്കുന്നത്. ഡോക്ടർ വെങ്കിട്ടരാമൻ അനന്ത നാഗേശ്വരൻ. ഓക്കെ, അനന്ത നാഗേശ്വരൻ. ഓക്കെ, അപ്പോൾ RBI ഗവർണർ 26ാമത് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര, 25ാമത് ശക്തികാന്ത ദാസ് ആയിരുന്നു. ധനകാര്യ സെക്രട്ടറി തുഹിൻ കാന്ത് പാണ്ഡെ, മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ഡോക്ടർ വെങ്കിട്ടരാമൻ അനന്ത നാഗേശ്വരൻ. ഓക്കെ, ഇനി കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് നിതിൻ ജംധാർ. 39ാമത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അദ്ദേഹം. ജസ്റ്റിസ് നിതിൻ ജംധാർ 39ാമതാണെന്ന് അറിഞ്ഞിരിക്കാം. 38ാമത് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി. ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ആയിരുന്നു 38ാമത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഓക്കെ, അപ്പോൾ കറന്റ്ലി ആരാണ്? ജസ്റ്റിസ് നിതിൻ ജംധാർ 39ാമത് ചീഫ് ജസ്റ്റിസ് ആണ്. ഇനി നമ്മൾ നീതി ആയോഗിലേക്ക് പോവാണ് അല്ലെ. നീതി ആയോഗ് എന്താണ്? ഈ നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്ന് ആദ്യം നോക്കാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളതാണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്ന് അറിഞ്ഞിരിക്കുക. 2015 ഫോം ചെയ്യുന്നത്. 2015 അധ്യക്ഷൻ ആരാണ്? നമുക്കറിയാം, നരേന്ദ്രമോദിയാണ് നീതി ആയോഗിന്റെ അധ്യക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത് 2015 മുന്നേ വരെ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്താണ്? 5 ഇയർ പ്ലാൻസിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു ഇതിൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരുന്നത്. പിന്നെ എന്തുകൊണ്ട് പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ നീതി ആയോഗായിട്ട് മാറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രധാന കാര്യം ടോപ്പ് ഡൗൺ അപ്രോച്ച് ആയിരുന്നു. എന്താണ് ഈ ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് കേന്ദ്രത്തിൽ നിന്ന് ഒരു തീരുമാനം വരും, അത് സ്റ്റേറ്റിലേക്ക് ഇമ്പോസ് ചെയ്യുന്നു. അങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നു നിലനിന്നിരുന്നത്. അതിന് മാറ്റം വരുത്തിക്കൊണ്ടാണ് 2015 നീതി ആയോഗ് നിലവിൽ വരുന്നത്.
ഓക്കെ. അപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BVR സുബ്രഹ്മണ്യൻ ആണ്. ആരാണ്? BVR സുബ്രഹ്മണ്യൻ. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി എന്നൊരു ചെറിയ പോയിന്റ് കൂടെ ഓർത്തിരിക്കുക. ശരി, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? BVR സുബ്രഹ്മണ്യൻ. വൈസ് ചെയർമാൻ സുമൻ കെ ബെറി ആണ്. ആരാണ്? സുമൻ കെ ബെറി ആണ് വൈസ് ചെയർമാൻ. ഓക്കെ അല്ലേ? ഇപ്പൊ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളതാണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്ന് കൂടി അറിഞ്ഞിരിക്കും. നമ്മൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിലെ ആ നീതി ആയോഗിന്റെ ആ വേർഷൻ എന്ന് പറയുന്നത് ആസൂത്രണ ബോർഡ് കമ്മീഷൻ ആണ്. ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ ആരാണ്? കേരളത്തിലേക്ക് വരികയാണ്. അപ്പൊ ആ പ്ലാനിംഗ് കമ്മീഷൻ പോലെ കേരളത്തിലേക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ആരാണ് അധ്യക്ഷൻ? പിണറായി വിജയനാണ്. നീതി ആയോഗിന്റെ അധ്യക്ഷൻ നരേന്ദ്രമോദി ആണെങ്കിൽ ഇവിടെ കേരളത്തിലെ ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ ആരായിരിക്കും? പിണറായി വിജയനായിരിക്കും. ഇനി ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VK രാമചന്ദ്രൻ. VK രാമചന്ദ്രൻ. ഇത് 1967 ഫോം ചെയ്യുന്നത്. 15 തവണ പുനഃസംഘടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 15 തവണ പുനഃസംഘടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ 5 വർഷം കൂടുമ്പോഴാണ് ഇതിന്റെ ഒരു ചേഞ്ച് ഉണ്ടാകുന്നത്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ പിണറായി വിജയനും ഉപാധ്യക്ഷൻ ആരാണ്? VK രാമചന്ദ്രൻ ആണ് എന്നുകൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ അത് അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉപാധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമാണ്. ആരാണ്? VK രാമചന്ദ്രനാണ്. ആരാണ്? VK രാമചന്ദ്രൻ. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് ചില പോസ്റ്റുകൾ, പ്രധാനപ്പെട്ട പോസ്റ്റുകളും ബാങ്കിന്റെ ഒക്കെ നമുക്ക് നോക്കാം. റെയിൽവേ ബോർഡ് ചെയർമാൻ ആൻഡ് CEO ആരാണ്? ജയവർമ്മ സിൻഹ. ആരാണ്? ജയവർമ്മ സിൻഹ ആണ് റെയിൽവേ ബോർഡ് ചെയർമാനും CEOയും. ഇനി UIDA CEO, അതായത് നമ്മുടെ ആധാറിന്റെ ഒക്കെ ആരാണ്? ഭുവനേശ്വർ കുമാർ. ആരാണ്? ഭുവനേശ്വർ കുമാർ. ഇനി SBIയുടെ ആണെങ്കിലോ ചല്ല ശ്രീനിവാസലു സെട്ടിയാണ്. SBI ചെയർമാൻ ചല്ല ശ്രീനിവാസലു സെട്ടിയാണ് SBIയുടെ ചെയർമാൻ. ഇനി SCBI സെബിയുടെ ചെയർമാൻ ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെ ആണ്. നമ്മുടെ ധനകാര്യ സെക്രട്ടറി ആയ തുഹിൻ കാന്ത പാണ്ഡെ തന്നെയാണ് സെബിയുടെ ചെയർമാൻ. നബാർഡിന്റെ ഷാജി കെ ആണ്. ആരാണ്? നബാർഡിന്റെ ഷാജി കെ ആണ് എന്നുകൂടി ഓർത്തിരിക്കുക. റെയിൽവേ ബോർഡ് ചെയർമാൻ ജയവർമ്മ സിൻഹ. UIDA CEO ഭുവനേശ്വർ കുമാർ. SBI ചെയർമാൻ ചല്ല ശ്രീനിവാസലു സെട്ടി. സെബി ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെ ധനകാര്യ സെക്രട്ടറി ആണ്. നബാർഡിന്റെ ഷാജി കെയുമാണെന്ന് ഓർത്തിരിക്കുക. ഇമ്പോർട്ടന്റ് ആണ്. ഭുവനേശ്വർ കുമാർ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ആരാണ്? ലോക്പാൽ. അജയ് മാണിക് റാവു ഖാൻ വിൽക്കർ ആണ് ലോക്പാൽ. അത് ഓർത്തിരിക്കുക. ഇനി നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. ഫൈനാൻസ് കമ്മീഷൻ ചെയർമാൻ ആരാന്ന് പറഞ്ഞിരുന്നു? അരവിന്ദ് പനഗിരി ആണെന്ന് പറഞ്ഞിരുന്നു. ആരായിരുന്നു? അരവിന്ദ് പനഗിരി ആണെന്ന് പറഞ്ഞിരുന്നു ഫൈനാൻസ് കമ്മീഷൻ ചെയർമാൻ. ഇനി CAG ആരാണ്? കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ K സഞ്ജയ് മൂർത്തിയാണ്. ഇനി CGA SS ദുബൈ. ആരാണ്? SS ദുബൈ. CAG പഠിച്ചു, CGA പഠിച്ചു. ഇനി ചീഫ് എക്കണോമിക് അഡ്വൈസർ ആരാണ്? ചീഫ് എക്കണോമിക് അഡ്വൈസർ നമ്മൾ പഠിച്ചതാണ് V അനന്ത നാഗേശ്വരൻ. ഡിഫൻസ് സെക്രട്ടറി ആരാണ്? രാജേഷ് കുമാർ സിംഗ്. ആരാണ്? രാജേഷ് കുമാർ സിംഗ് ആണ് ഡിഫൻസ് സെക്രട്ടറി. ഇനി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ നമ്മൾ പഠിച്ചതാണ് അജിത് ഡോവൽ. അപ്പൊ ഒന്ന് റിവിഷൻ ആയെന്ന് വിചാരിക്കുന്നു. ഒരു തവണ കൂടെ വായിക്കാം. ഫൈനാൻസ് കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ. CAG ആരാണ്? K സഞ്ജയ് മൂർത്തി. CGA SS ദുബൈ. ചീഫ് എക്കണോമിക് അഡ്വൈസർ V അനന്ത നാഗേശ്വരൻ. ഡിഫൻസ് സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ ആണ്. പഠിച്ചല്ലോ, ഒരു റിവിഷൻ ആയല്ലോ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. ലോകായുക്ത ആരാണ്? N അനിൽകുമാർ ആണ് ലോകായുക്ത. ആരാണ്? N അനിൽകുമാർ. ഉപലോകായുക്ത ആരാണ്? ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റിസ് V ഷിർസി ആൻഡ് ജസ്റ്റിസ് അശോക് മേനോൻ ആണ് ഉപലോകായുക്ത. ജസ്റ്റിസ് V ഷിർസി ആൻഡ് ജസ്റ്റിസ് അശോക് മേനോൻ ആണ് ഉപലോകായുക്ത. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ കേരള PSC ചെയർമാൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MR ബൈജു ആണ് കേരള PSC ചെയർമാൻ. ഓക്കെ അല്ലേ? ഉപലോകായുക്ത ആരാണ്? N അനിൽകുമാർ. ഉപലോകായുക്ത ആരാണ്? ജസ്റ്റിസ് V ഷിർസി ആൻഡ് ജസ്റ്റിസ് അശോക് മേനോൻ. കറന്റ്ലി കേരള PSC ചെയർമാൻ ആര്? MR ബൈജു. ഓക്കെ. ഇനി ഡിഫൻസ് ചീഫുകളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ പൊസിഷന് അവരുടെ പേരുമാണ് നമ്മൾ ഇനി നോക്കുന്നത്. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? അനിൽ ചൗഹാൻ. പലതവണ കേട്ടിട്ടുള്ള പേരായിരിക്കും അല്ലെ? ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ ആണ്. ആർമി ചീഫ് ആരാണ്? 30ാമത് ആർമി ചീഫ്
ഉപേന്ദ്ര ദ്വിവേഡിയാണ്. ഉപേന്ദ്ര ദ്വിവേദി. നേവിയുടെ ചീഫ് ആരാണ്? ദിനേശ് കുമാർ ത്രിപാഠി. ദിനേശ് കുമാർ ത്രിപാഠിയാണ് നേവിയുടെ ചീഫ്. എയർഫോഴ്സിന്റെ ചീഫ് ആരാണ്? അമർപ്രീത് സിംഗ്. ആരാണ്? അമർപ്രീത് സിംഗ്. ഓക്കെ, അപ്പോ യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്ന പവറുള്ള ജോലിക്കായിട്ട് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ SI മെയിൻസ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. 11th ജൂണിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന്. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾക്ക് മെയിൻസ് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ 11th ജൂണിന് സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചിൽ എല്ലാവരും തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തതിലേക്ക് പോകാം. ഇനി നമ്മൾ കുറച്ച് അക്കാഡമിയും അവരുടെ ചെയർപേഴ്സണുമാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. നോക്കാം. സാഹിത്യ അക്കാഡമി ചെയർപേഴ്സൺ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാധവ് കൗശിക്. ആരാണ്? മാധവ് കൗശിക്. അതേപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ലൈക്കും കൂടെ ചെയ്യാം. ശരി, അപ്പൊ സാഹിത്യ അക്കാദമി ചെയർപേഴ്സൺ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മാധവ് കൗശിക്. നാഷണലിലാണ് പറയുന്നത്. കേരളത്തിന് നമ്മൾ അടുത്തത് പഠിക്കും. സാഹിത്യ അക്കാദമി ചെയർപേഴ്സൺ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാധവ് കൗശിക് ആണ്. മാധവ് കൗശിക്. സാഹിത്യ അക്കാദമി വൈസ് ചെയർപേഴ്സൺ ആരാണ്? സാഹിത്യ അക്കാദമി വൈസ് ചെയർപേഴ്സൺ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുമുദ് ശർമ്മ. ആരാണ്? കുമുദ് ശർമ്മയാണ് സാഹിത്യ അക്കാദമി വൈസ് ചെയർപേഴ്സൺ. ലളിതകല അക്കാദമി ചെയർപേഴ്സൺ ആരാണ്? വി നാഗദാസ്. ആരാണ്? വി നാഗദാസ്. നമുക്ക് ഇനി കമ്പയർ ചെയ്ത് പഠിക്കാം. ഇനി സ്റ്റേറ്റിലേക്ക് വരികയാണെങ്കിൽ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആ ഒരു പൊസിഷൻ വേക്കന്റ് ആയിട്ട് കിടക്കുകയാണ് ഇപ്പോൾ കറന്റ്ലി. വൈസ് പ്രസിഡന്റ് ഉണ്ട്. അശോകൻ ചെരുവിലാണ് കറന്റ്ലി സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ്. സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് ആരാണ്? അശോകൻ ചെരുവിലാണ്. അശോകൻ ചെരുവിൽ. ലളിതകലാ അക്കാദമിയുടെ ചെയർപേഴ്സൺ ആരാണ്? മുരളി ചിരോവത്ത് ആണ്. ആരാണ്? മുരളി ചിരോവത്ത്. ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ OS ഉണ്ണികൃഷ്ണനാണ്. ആരാണ്? OS ഉണ്ണികൃഷ്ണൻ. അപ്പോൾ ഒന്നും കൂടെ നാഷണൽ ലെവലിലേക്ക് വരാം. സാഹിത്യ അക്കാദമി ചെയർപേഴ്സൺ മാധവ് കൗശിക്. സാഹിത്യ അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സൺ കുമുദ് ശർമ്മ. ലളിതകലാ അക്കാദമിയുടെ ചെയർപേഴ്സൺ വി നാഗദാസ്. കേരളത്തിലേക്ക് വരുമ്പോൾ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞടക്കുവാണ്. പക്ഷേ സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് ആരാണ്? അശോകൻ ചെരുവിൽ. ലളിതകലാ അക്കാദമിയുടെ ചെയർപേഴ്സൺ മുരളി ചിരോവത്ത്. ഫോക്ലോർ അക്കാദമി OS ഉണ്ണികൃഷ്ണൻ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ കുറിച്ച് നമ്മൾ ആരൊക്കെയാണ്, ഏതൊക്കെ പൊസിഷനാണ് അവർ വഹിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഒന്ന് ഫാസ്റ്റ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ ഇന്ത്യയിലെ നോക്കുമ്പോൾ പ്രൈം മിനിസ്റ്റർ ആരാ? നരേന്ദ്രമോദി. ഡിഫൻസ് മിനിസ്റ്റർ ആരാണ്? രാജ്നാഥ് സിംഗ്. ഹോം മിനിസ്റ്റർ അമിത് ഷാ. ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ. ഇനി എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആരാണ്? S ജയശങ്കർ. റെയിൽവേ മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവ്. മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് നിതിൻ ഗഡ്കരി. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. റെയിൽവേ മിനിസ്റ്റർ ആരാ? അശ്വിനി വൈഷ്ണവ്. മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ നിതിൻ ഗഡ്കരി. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ. ഓക്കെ, ഇനി കേരളത്തിലേക്ക് വരാണ്. കുറച്ച് മിനിസ്റ്റേഴ്സിനെ നമുക്ക് നോക്കാം. ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ ഹോം അഫയേഴ്സ് കൈകാര്യം ചെയ്യുന്നു. വിജിലൻസ്, ജനറൽ അഡ്മിനിസ്ട്രേഷൻ, IT. ഇനി കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട് കേട്ടോ. റവന്യൂ ആൻഡ് ഹൗസിംഗ് മിനിസ്റ്റർ K രാജനാണ്. വാട്ടർ റിസോഴ്സ് മിനിസ്റ്റർ ആരാണ്? റോഷി അഗസ്റ്റിൻ. ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ K കൃഷ്ണൻകുട്ടി. ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് മിനിസ്റ്റർ AK ശശിധരൻ. മിനിസ്റ്റർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ ആൻഡ് ലേബർ ആരാണ്? V ശിവൻകുട്ടി. മിനിസ്റ്റർ ഓഫ് സ്പോർട്സ്, വഖഫ്, ഹജ്ജ് പിൽഗ്രിമേജ്, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്, റെയിൽവേ ആരാണ്? ശ്രീ വി അബ്ദുറഹിമാൻ. ആരാണ്? ശ്രീ വി അബ്ദുറഹിമാൻ. ശരി, അപ്പൊ നമ്മൾ ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. 25 ജൂൺ 2025 ഡിഗ്രി പ്രിലിംസ് ബാച്ച്, പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിഗ്രി പ്രിലിംസ് എഴുതാൻ കഴിയാതെ പോയവർക്കും ഡിഗ്രി പ്രിലിംസ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനുള്ളവർക്കും വേണ്ടിയിട്ട് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ സമയം കളയാതെ എല്ലാവരും തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പറയുക. ഓക്കെ, അപ്പോൾ അവരെ കൂടെ ബാച്ചിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു. നന്നായി തന്നെ പഠിക്കുക, എക്സാംസിന് പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ താങ്ക് യു. നമുക്കിനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം.